70%. കൊച്ചമ്മേ, ഞാൻ പോയിക്കോട്ടെ. നാളെ ഞാൻ വരില്ല. എനിക്കൊരു കല്യാണത്തിന് പോണം. ശരി. ഒരു ഭാര്യയാണെന്നറിയാതെ, പേര് പോലും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. കണ്ട നിമിഷം മുതൽ ഐ ലവ് യു. ഒന്നും പറയണ്ട മോളെ. ഒന്നിനു പിറകെ ഒന്നൊന്നു പറഞ്ഞും ദുരിതങ്ങളുടെ ഘോഷയാത്ര. ഇപ്പതേ കേറിക്കിടക്കാൻ ഒരു പുരയുള്ളതും കടക്കാര് കൊണ്ടുപോകുന്ന നിലയില. വേണ്ട, ഇതുപോലെ കടങ്കഥകൾ ഒത്തിരി ഞാൻ കേട്ടതാ. നാണല്ലേ ഇങ്ങനെ ഓരോ കാരണവും പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ? വെറുതെ അല്ലല്ലോ മോളെ. അല്ല, ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റ്, അതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ? ചെറിയ തെറ്റോ? അതെങ്ങനെയാ മോളെ ചെറിയ തെറ്റാവുന്നത്? അതായത് വേണ്ട, വിസ്തരിക്കണ്ട. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു 10,000 രൂപ തൽക്കാലം പറഞ്ഞു നിൽക്കാം. ഞാൻ ഒന്നും മറന്നിട്ടില്ല. മോള് തന്ന കാശുകൊണ്ട് ഒരു മോളെ കെട്ടിച്ചുവിട്ടു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, സിസിലി. മോളെടുത്ത് ഇപ്പൊ ഇല്ലെങ്കി വേണ്ട. സത്യൻ അങ്ങനെ വരുമ്പോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. നിൽക്ക്. ഇത്രയും വലിയൊരു ബംഗ്ലാവിന്റെ കെയർടേക്കറായി എന്നെ സഹായിക്കാൻ കൂടിയാ നിന്നെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തത്. ഇതിപ്പോ കാവൽ നായ്ക്ക് കാവൽ കിടക്കേണ്ട ഗതികേടാണല്ലോ ഈശ്വര എനിക്ക്. എടാ, ആരെങ്കിലും കേറി വരുമ്പോ ഒന്ന് കൊരക്കെങ്കിലും ചെയ്തൂടെ നിനക്ക്? നിന്നെ മാറ്റിയിട്ട് ഒരു ചുണക്കുട്ടനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ നിന്റെ അടുത്തുള്ള സെന്റിമെന്റ്സ് കാരണം എനിക്ക് അതിന് കഴിയുന്നില്ലടാ. കഴുതക്കുട്ടി, കിടന്നുറങ്ങാൻ നോക്ക്. കമാൻ കമാൻ, സ്ലീപ് സ്ലീപ്. കിടക്ക കിടക്ക കിടക്ക. ആ, ഗുഡ് ബോയ്. ഇത് അവസാനത്തെ കാശ. ഇനി എന്നെ ഉപദ്രവിച്ചാ? എനിക്കറിയാം മോളെ. പക്ഷെ ഗതിയിട്ട ദിനാമ ചെട്ടത്തി ഇനിയും വരും. ഇവിടോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ ഞാൻ? കർത്താവേ, ഇനി ഈ പാതിരായ്ക്ക് വണ്ടി കിട്ടുവോ ആവോ? എന്റെ പഴയ മുറി ഒഴിഞ്ഞു കിടക്കയില്ലേ, അവിടെ കിടന്ന് രാവിലെ എണീറ്റ് പോവാം. തള്ളേ, ഇറങ്ങി പോകുന്നുണ്ട്. ശരി. അപ്പഴേ മോളെ, കുട്ടിക്കാലത്തേക്ക് ടാക്സി പിടിച്ചു പോവാണെങ്കിൽ എത്ര? ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? കണ്ടുപിടിച്ചു. If there's a will, there's a way. This is too much. ഈ നേരത്ത് കാണണമെന്ന് തോന്നി. കിടന്നിട്ട് ഉറക്കം വന്നില്ല. പ്ലീസ് ജിജോ, ഇപ്പൊ ചെല്ല്. നമുക്ക് പിന്നെ കാണാം. ജിജോ. ബ്യൂട്ടിഫുൾ. You play this? വല്ലപ്പോഴും. അപ്പോ ഭംഗിവാക്ക് പറഞ്ഞല്ല, മ്യൂസിക് ഇഷ്ടമാണ്. മ്യൂസിക് വാസ് മൈ ഒബ്സഷൻ, ബട്ട് മെഡിസിൻ swallowed my music. അതെ, എന്റെ സംഗീതത്തെ മരുന്ന് വിഴുങ്ങി. That too, up to here. മനസ്സിലായില്ല. സംഗീതത്തെ മരുന്ന് വിഴുങ്ങി? You seem to be a puzzle. Yes, I am. ജിജോ, it's better you go now. പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ കാണാം. എന്താ, സാന്ദ്രയ്ക്ക് ഭയമുണ്ടോ? ഉവ്വ്, ഉണ്ട്. എന്നെ തന്നെ. പ്ലീസ് ജിജോ, പ്ലീസ് ഗോ. സാന്ദ്ര പറഞ്ഞ പോലെ എനിക്കുണ്ട് ഒബ്സഷൻസ്. സംഗീതം, പിന്നെ ഈ സൗന്ദര്യം. No, Jijo, no. Please go out.
സാന്ദ്ര, ഓപ്പൺ ദ ഡോർ. സാന്ദ്ര പ്ലീസ്, വാതിൽ തുറക്ക്. സാന്ദ്ര, സാന്ദ്ര പ്ലീസ്, ഓപ്പൺ ദ ഡോർ. സാന്ദ്ര. Please open the door. Please open the door. Open the door. Sandra, open the door. Open the door. എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? അറിയില്ല. മേ ബി യു ആർ മൈ ഡെസ്റ്റിനി. അതോ മ്യൂസിക് കമ്പോസിങ്ങിനിടെ വീണ് കിട്ടിയ റൊമാൻറ്റിക് റിലീഫോ? അങ്ങനെയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം, അടുപ്പം, ഇതൊന്നും മൂന്നാമതൊരാൾ അറിയരുത്. കഥകൾ വായിക്കാറുണ്ടോ? ചിലപ്പോ. എഴുതാറോ പറയാറോ ഉണ്ടോ? ചിലപ്പോ. ചിലപ്പോ ഒരു കഥ. ഇവിടെ വന്നു, തെറ്റില്ലാത്തൊരു പെണ്ണിനെ കണ്ടു, വലിയൊരു പണക്കാരന്റെ ഭാര്യ. വെറുതെ ഒരു ക്രേസ് തോന്നി ചൂണ്ടയെറിഞ്ഞു, അവൾ കുടുങ്ങി. പിന്നെ രാത്രി മഴയുടെ തണുപ്പിൽ അവളുടെ ചൂടേറ്റ് കിടന്നതും അവളുടെ ശരീരത്തിലെ മറവുകളിലെ മറുകുകൾ തൊട്ട് തലോടിയതും വീരസാഹസിക കഥകളായി കൂട്ടുകാരോട് വിളമ്പിയാൽ. ജിജു ഇതുവരെ കാണാത്തൊരു മുഖം കൂടെയുണ്ട് സാന്ദ്രയ്ക്ക്. അത് കാണാൻ ഇടവരുത്താതിരിക്കുകയാണ് നല്ലത്. സോ ലെറ്റ് ദ സീക്രട്ട് അഫെയർ ബി എ സീക്രട്ട്. റിയലി എ പസിൽ തന്നെ. സംഗീതത്തെ മരുന്ന് വിഴുങ്ങ, ഒരാൾക്ക് രണ്ടു മുഖം, അത്യാവശ്യ സാഹിത്യം. മനസ്സിലാവുന്നില്ല. നീ ആരാ? ആരാ? സാന്ദ്ര. സാന്ദ്ര സത്യനാഥ്. അതിനു മുൻപ് സാന്ദ്ര ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ? ക്രിസ്റ്റഫർ ജോൺ, ഫേമസ് പിയാനോയിസ്റ്റ്. കേട്ടിട്ടുണ്ടാവും. മരിച്ചുപോയില്ലേ? ഉവ്വ്. ആംഗ്ലോ ഇന്ത്യനായ ക്രിസ്റ്റഫർ ജോണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി സാവിത്രി മേനോൻ. പേരുകേട്ട തറവാടിന്റെ മുറ്റത്ത് കവിതയും സാഹിത്യവുമായി കഴിഞ്ഞവൾ എവിടെയോ വെച്ച് ക്രിസ്റ്റഫറുമായി പരിചയപ്പെട്ടു, അടുത്തു. ഇരു കുടുംബക്കാരും ശക്തമായി എതിർത്തിട്ടും അവർ ഒരുമിച്ച് ജീവിച്ചു. സാവിത്രി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ, ഈ സാന്ദ്രയെ. അച്ഛന്റെ സംഗീതവും അമ്മയുടെ കവിതയും കേട്ട് 14 വയസ്സുവരെ അല്ലലെന്തെന്നറിയാതെ ഞാൻ വളർന്നു. അച്ഛൻ എന്നെ സംഗീതം പഠിപ്പിച്ചു. വിലയേറിയ വിവിധതരം ഡ്രസ്സുകൾ അമ്മ എനിക്ക് മേടിച്ചു തന്നു. അമ്മ എന്നും അങ്ങനെയായിരുന്നു. അമ്മയുടെ ഈ ധാരാളിത്തം അച്ഛൻ ഇഷ്ടമായില്ല. വരവിനേക്കാൾ ചെലവ്. അച്ഛനും അമ്മയും എന്നും വഴക്കായിരുന്നു. ഒരു ദിവസം വഴക്കിട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ മടങ്ങി വന്നപ്പോ കണ്ടത് കുറെ സ്ലീപ്പിംഗ് പിൽസിൽ ജീവൻ അവസാനിപ്പിച്ച അമ്മയെ. തിരിച്ചു വാങ്ങി. ഹാളിൽ കണ്ടില്ലേ,
ആ പിയാനോ. എങ്ങനെ? പറയാം പിന്നെ. വരുന്നോ എന്നോടൊപ്പം? എവിടേക്ക്? അറിയില്ല, പോകാം എവിടേക്കെങ്കിലും. A pleasant outing. 2-3 ദിവസത്തേക്ക്. യെസ്.